ഈ വർഷത്തെ വിഷുഫലം ഉത്രം നക്ഷത്രക്കാർക്ക് ചില അതിശയകരമായ മാറ്റങ്ങളുടെ തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വരാം. കുടുംബത്തിൽ പഴയ സന്തോഷം. ഉത്രം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത അതാണ്. ഇവർ സ്വന്തം വിഷമങ്ങൾ പോലും നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. നിങ്ങൾ എത്ര നാളായി കാത്തിരുന്ന ഒരു അവസരം ഉണ്ടോ അതിലേക്ക് ഇനി. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ, ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയായി മാറാൻ പോകുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി, ചിലർക്കു വർഷങ്ങളായി പോലും, നിങ്ങൾ മനസ്സിൽ മാത്രം സൂക്ഷിച്ച പല വിഷമങ്ങളും ഉണ്ടാകാം. പുറത്തു എല്ലാവരോടും സാധാരണ പോലെ പെരുമാറിയെങ്കിലും ഉള്ളിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം. ചില രാത്രികളിൽ ഉറങ്ങാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ മന്ദഗതിയിൽ പോകുന്നത്? ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഫലം വൈകുന്നത്? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. പല നിരാശകളും നിങ്ങൾ ആരോടും തുറന്നു പറഞ്ഞില്ല, കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ഉത്രം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത അതാണ്. ഇവർ സ്വന്തം വിഷമങ്ങൾ പോലും ഉള്ളിൽ ഒതുക്കിവെക്കുന്നവരാണ്. കുടുംബത്തിനു വേണ്ടിയും മറ്റുള്ളവർക്കു വേണ്ടിയും ശക്തമായി നിൽക്കും. ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ഘട്ടം വരും, എല്ലാം നിശ്ചലമായതുപോലെ തോന്നുന്ന ഒരു സമയം. പക്ഷേ ആ നിശബ്ദതയ്ക്ക് ശേഷം ഒരു വലിയ മാറ്റം പതുക്കെ ആരംഭിക്കും. ഉത്രം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അത്തരമൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വരാം. കുടുംബത്തിൽ പഴയ സന്തോഷം തിരികെ വരാം. ചില ബന്ധങ്ങൾ വീണ്ടും കൂടുതൽ ശക്തമാകാം. സാമ്പത്തിക കാര്യങ്ങളിലും പതുക്കെ മെച്ചപ്പെടൽ അനുഭവപ്പെടാം. അതുകൊണ്ട് ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുന്നത് വെറും ഒരു പുതിയ വർഷമല്ല, ഒരു പുതിയ മനസ്സും പുതിയ പ്രതീക്ഷയും പുതിയ തുടക്കവുമാണ്. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ പലപ്പോഴും വളരെ നിശബ്ദമായിരിക്കും. മറ്റുള്ളവരെ പോലെ വലിയ പ്രഖ്യാപനങ്ങളോ ഒരുപാട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സംഭവങ്ങളോ ഇല്ലാതെ ഒരു ദിവസം അവർ പിന്നോട്ട് നോക്കുമ്പോൾ ജീവിതം പൂർണ്ണമായി മാറിയിരിക്കും. ഇതാണ് ഉത്രം നക്ഷത്രക്കാരുടെ പ്രത്യേകത. ഇവരുടെ വളർച്ച പലപ്പോഴും പതുക്കെ നടക്കും. ആദ്യം ആരും അത് ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ ഇവർക്ക് തന്നെയും ആ മാറ്റം മനസ്സിലാകില്ല. പക്ഷേ സമയം കടന്നുപോകുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒന്നിച്ചു ചേർന്ന് വലിയ ഉയർച്ചയായി മാറും. ഒരു വ്യക്തിയെ ചിന്തിക്കൂ. അവൻ വർഷങ്ങളായി ശാന്തമായി തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം സംസാരിക്കാറില്ല, സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കാനും ശ്രമിക്കാറില്ല. പക്ഷേ ഒരു ദിവസം അവനെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങും. അവൻ ചെയ്തിരുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ മൂല്യമുള്ളതായി മാറും. അപ്പോൾ ആളുകൾ ചോദിക്കും, ഇവൻ ഇത്ര മുന്നോട്ട് എങ്ങനെ എത്തി എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വളർച്ച ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അത് വളരെ നിശബ്ദമായി വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നതാണ്. ഈ വിഷുവിന് ശേഷം അത്തരമൊരു മാറ്റത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ഉത്രം നക്ഷത്രക്കാർ ധാരാളം ഉണ്ടാകും. ചിലർക്ക് ജോലി രംഗത്ത് വലിയ അംഗീകാരം ലഭിക്കാം. ഇതുവരെ ആരും കാണാതെ പോയ പരിശ്രമങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാം. മേലധികാരികളുടെ വിശ്വാസം ലഭിക്കാം. പുതിയ ഉത്തരവാദിത്വങ്ങളും ഉയർച്ചകളും വരാം. ചിലർക്ക് വിവാഹയോഗം ശക്തമാകാം. ഏറെ നാളായി മുടങ്ങിയിരുന്ന ബന്ധങ്ങൾ ശരിയായ ദിശയിലേക്ക് പോകാം.
കുടുംബത്തിൽ സന്തോഷകരമായ തീരുമാനങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് സ്വന്തമായി വീട് വാങ്ങാനുള്ള അവസരം വരാം. ചിലർ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന വാഹനം സ്വന്തമാക്കാം. ജീവിതത്തിൽ ഒരു സ്ഥിരത ലഭിക്കുന്നതുപോലുള്ള അനുഭവം ഉണ്ടാകാം. അതുപോലെ തന്നെ വർഷങ്ങളായി മുടങ്ങിയിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി പൂർത്തിയാകാനും സാധ്യതയുണ്ട്. ഒരുപാട് കാലമായി പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം പോലും ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നടക്കുന്നതായി തോന്നാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ഈ സമയത്ത് ചെറിയ ഒരു അശ്രദ്ധ പോലും ചില നഷ്ടങ്ങൾക്ക് കാരണമാകാം. കാരണം ജീവിതം ഇപ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നതിനൊപ്പം നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഒരു ചെറിയ തെറ്റായ തീരുമാനം, ഒരു ആവേശപരമായ പ്രതികരണം, അല്ലെങ്കിൽ ഒരാളെ തെറ്റായി വിശ്വസിക്കൽ പിന്നീട് വിഷമത്തിന് കാരണമാകാം. അതുകൊണ്ട് ഈ സമയത്ത് ക്ഷമയും ശ്രദ്ധയും വളരെ പ്രധാനമാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഈ സമയത്ത് ഉത്രം നക്ഷത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ആ പ്രധാന കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു ഭാഗവും ഒഴിവാക്കാതെ കാണുക. കാരണം ചിലപ്പോൾ ഒരു ചെറിയ അറിവ് പോലും ജീവിതത്തിലെ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഉത്രം നക്ഷത്രക്കാർ സാധാരണയായി വളരെ മനസ്സ് തുറന്ന ആളുകളായിരിക്കും. ആരെങ്കിലും സഹായം ചോദിച്ചാൽ കഴിയുന്നത്ര സഹായിക്കാൻ ശ്രമിക്കും. സ്വന്തം ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും മറ്റുള്ളവരുടെ വിഷമം കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഇവർ തയ്യാറായിരിക്കും. ചില ആളുകൾ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് 2 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ മനസ്സിന് ഒരു ആശ്വാസം തോന്നും. ഉത്രം നക്ഷത്രക്കാർ പലപ്പോഴും അത്തരക്കാരായിരിക്കും. കാരണം ഇവർക്ക് മറ്റുള്ളവരുടെ വേദന വളരെ വേഗം മനസ്സിലാക്കാൻ കഴിയും. ആരെങ്കിലും വിഷമത്തിലാണെങ്കിൽ അത് മുഖം കണ്ടാൽ പോലും ഇവർക്ക് മനസ്സിലാകും. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവരെ എല്ലാവർക്കും ശരിയായി മനസ്സിലാക്കാൻ സാധിക്കില്ല. പുറത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കും, സാധാരണ പോലെ പെരുമാറും, എനിക്ക് ഒന്നും പ്രശ്നമില്ല എന്ന രീതിയിൽ സംസാരിക്കും. പക്ഷേ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഒളിപ്പിച്ചിരിക്കാം. പലപ്പോഴും കുടുംബത്തിനു പോലും ഇവരുടെ യഥാർത്ഥ മനസ്സിലെ അവസ്ഥ മനസ്സിലാകില്ല. രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവർ മാത്രം അറിയുന്ന ചില ചിന്തകൾ മനസ്സിൽ വരാം. എനിക്ക് ഇത്ര വിഷമം ഉണ്ടെങ്കിലും എന്തുകൊണ്ട് ആരും അത് മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ പോലും ഉണ്ടാകാം. ഉത്രം നക്ഷത്രക്കാർക്ക് മറ്റൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഒരാളെ വിശ്വസിച്ചാൽ പൂർണ്ണമായി വിശ്വസിക്കും. പാതിവിശ്വാസം എന്നൊന്നില്ല, സ്വന്തം മനസ്സ് മുഴുവൻ തുറന്നു കൊടുക്കുന്നവരാണ് ഇവർ. പക്ഷേ ആ വിശ്വാസം ഒരിക്കൽ തകർന്നാൽ പിന്നീട് വീണ്ടും ആരെയും പഴയ പോലെ വിശ്വസിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാകും. പുറത്തു സാധാരണ പോലെ പെരുമാറിയാലും ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകും. വീണ്ടും ഞാൻ വേദനിക്കുമോ എന്നൊരു സംശയം മനസ്സിൽ നിലനിൽക്കും. അതുകൊണ്ടാണ് ചില ഉത്രം നക്ഷത്രക്കാർ പിന്നീട് കൂടുതൽ നിശബ്ദരാകുന്നത്. എല്ലാവരോടും പഴയ പോലെ തുറന്ന് സംസാരിക്കാതിരിക്കുക. സ്വന്തം വികാരങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുക. ഇങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ വരാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിൽ വളരെ ഉയരങ്ങൾ കൈവരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. നല്ല ബുദ്ധി, നല്ല മനസ്സ്, ഉത്തരവാദിത്വബോധം, ആളുകളെ നയിക്കാൻ കഴിയുന്ന സ്വഭാവം, ഇതെല്ലാം ഇവരിൽ സ്വാഭാവികമായി കാണാം. എന്നാൽ പലപ്പോഴും ഇവർ സ്വന്തം കഴിവിനേക്കാൾ വളരെ ചെറിയ രീതിയിലാണ് ജീവിക്കുന്നത്. കാരണം ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ സംശയം ഒളിഞ്ഞിരിക്കും. ഞാൻ അതിന് യോഗ്യനാണോ? എനിക്ക് അത് സാധിക്കുമോ? ഇങ്ങനെ സ്വന്തം കഴിവിനെ തന്നെയാണ് ഇവർ ചിലപ്പോൾ സംശയിക്കുന്നത്. പക്ഷേ ഈ വിഷുവിന് ശേഷം ആ അവസ്ഥ മാറാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പോൾ വരുന്ന ഗ്രഹനില മാറ്റങ്ങൾ ഇവരുടെ ആത്മവിശ്വാസം പതുക്കെ ഉയർത്താൻ സഹായിക്കുന്ന സമയമാണ്. ഇതുവരെ മടിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ഇപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ തോന്നും. എനിക്കും ഇത് സാധിക്കും എന്നൊരു പുതിയ വിശ്വാസം മനസ്സിൽ ഉണ്ടാകാൻ തുടങ്ങും. ഇനി പറയാൻ പോകുന്ന കാര്യം ജോലി അന്വേഷിക്കുന്നവരും പഠനം നടത്തുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ സമയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുത്രം നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം ഏറ്റവും കൂടുതൽ അനുകൂലമായി കാണുന്നത് തൊഴിൽ മേഖലയിലാണ്. ഇതുവരെ മന്ദഗതിയിൽ പോയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പതുക്കെ മുന്നോട്ടു പോകാൻ തുടങ്ങും. ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു അവസരം, പലതവണ ശ്രമിച്ചിട്ടും കൈവരിക്കാനാകാതെ പോയ ഒരു ജോലി, അല്ലെങ്കിൽ ഇനി നടക്കില്ല എന്നുവരെ നിങ്ങൾ കരുതിയിരുന്ന ഒരു കാര്യം ഇപ്പോൾ അപ്രതീക്ഷിതമായി ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും, എത്ര ശ്രമിച്ചാലും വാതിലുകൾ തുറക്കാത്ത സമയം. പക്ഷേ ഒരു ഘട്ടം വരും,
അതേ വാതിലുകൾ ഒന്നൊന്നായി തുറക്കാൻ തുടങ്ങും. ഉത്രം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അത്തരമൊരു സമയമാണ് ആരംഭിക്കുന്നത്. ചിലർക്ക് പുതിയ ജോലി ലഭിക്കാം. ഏറെ നാളായി ജോലി അന്വേഷിച്ച് വിഷമിച്ചിരുന്നവർക്ക് ഇപ്പോൾ നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നിലവിലുള്ള ജോലിയിൽ വലിയ അംഗീകാരം ലഭിക്കും. ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ പോയ പരിശ്രമങ്ങൾ ഇപ്പോൾ മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാം. മറ്റു ചിലർക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. ആദ്യം അത് സമ്മർദ്ദമായി തോന്നിയാലും പിന്നീട് അത് വലിയ ഉയർച്ചയിലേക്ക് നയിക്കുന്ന അവസരമായി മാറാം. പ്രത്യേകിച്ച് സർക്കാർ അനുമതി കാത്തിരിക്കുന്ന കാര്യങ്ങൾ, രേഖകൾ തടസ്സപ്പെട്ട കാര്യങ്ങൾ, പുതിയ ബിസിനസ് സംരംഭങ്ങൾ, ലൈസൻസ്, അനുമതി, രേഖകൾ എന്നിവ കാരണം മുടങ്ങിയിരുന്ന കാര്യങ്ങൾ. ഇവയിൽ പുരോഗതി കാണാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് അവസരങ്ങൾ വരുന്നതിനൊപ്പം അസൂയയും കൂടെ വരാം. ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടു പോകാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും അത് സന്തോഷകരമാകണമെന്നില്ല. ചിലർ പുറത്തുനിന്ന് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കും, ചിരിക്കും, പിന്തുണ നൽകുന്ന പോലെ തോന്നും. പക്ഷേ ഉള്ളിൽ നിങ്ങളെ തടയാനുള്ള ചിന്ത ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാവരോടും തുറന്നു പറയുന്ന സ്വഭാവം കുറയ്ക്കുന്നത് നല്ലതാണ്. ചില കാര്യങ്ങൾ ശരിയായ സമയത്ത് മാത്രം പങ്കുവയ്ക്കുക. കാരണം എല്ലാ ആളുകളും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കണമെന്നില്ല. സാമ്പത്തിക കാര്യങ്ങളിലും ഈ സമയത്ത് ഒരു ശാന്തമായ പുരോഗതി കാണാം. പെട്ടെന്ന് വലിയ സമ്പത്ത് ലഭിക്കുന്ന തരത്തിലുള്ള മാറ്റമല്ല, പക്ഷേ സ്ഥിരതയുള്ള വരുമാനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് പതുക്കെ എത്തും. മുമ്പ് പണം വന്നാലും നിലനിൽക്കാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരത അനുഭവപ്പെടും. പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കാം. ഏറെ നാളായി കുടുങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാം. ചിലർക്ക് പാരമ്പര്യ സ്വത്തിൽ നിന്നുള്ള നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാന മുന്നറിയിപ്പുണ്ട്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് അമിത വിശ്വാസം കാരണം സാമ്പത്തിക നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ഇവരെ വിശ്വസിക്കാം എന്ന് കരുതി അടുത്തവരുടെ പേരിൽ പണം ചെലവിടുമ്പോൾ, അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ പണം മുടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഉത്രം നക്ഷത്രക്കാർ സാധാരണയായി മനസ്സു തുറന്ന ആളുകളാണ്. ഒരാളെ വിശ്വസിച്ചാൽ പൂർണ്ണമായി വിശ്വസിക്കും. പക്ഷേ അതേ സ്വഭാവം ചിലപ്പോൾ നഷ്ടങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ട് ഈ സമയത്ത് സാമ്പത്തിക കാര്യങ്ങളിൽ വികാരത്തെക്കാൾ വിവേകത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ഇനി കുടുംബ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് പറയാം. കാരണം ഈ വിഷുവിന് ശേഷം ഉത്രം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിലും ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കുടുംബജീവിതത്തിൽ ഏറെ നാളായി നിലനിന്നിരുന്ന ചില മാനസിക അകലം ഇപ്പോൾ പതുക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഇതുവരെ പറയാതെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വിഷമങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം വരാം. മുമ്പ് ചെറിയ തെറ്റിദ്ധാരണകൾ കാരണം അകന്നുപോയ ബന്ധങ്ങൾ വീണ്ടും പഴയ അടുപ്പത്തിലേക്ക് മടങ്ങിവരാൻ സാധ്യത കാണുന്നു. ചിലപ്പോൾ ഒരു കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല, പക്ഷേ സംസാരക്കുറവ് ഉണ്ടാകും. ഒരാൾ മനസ്സിൽ വിഷമം വച്ചിരിക്കുമ്പോൾ മറ്റൊരാൾ അത് മനസ്സിലാക്കാതെ പോകും. അങ്ങനെ ചെറിയ അകലം ദിവസങ്ങൾക്കൊപ്പം വളരാൻ തുടങ്ങും. ഉത്രം നക്ഷത്രക്കാർ സാധാരണയായി സ്വന്തം വിഷമങ്ങൾ തുറന്നു പറയാത്തവരാണ്. അതുകൊണ്ട് പലപ്പോഴും കുടുംബത്തിൽ മറ്റുള്ളവർ ഇവരുടെ യഥാർത്ഥ മനസ്സിലെ അവസ്ഥ മനസ്സിലാക്കാതെ പോകും. പക്ഷേ ഈ സമയത്ത് പഴയതുപോലെ എല്ലാം ഉള്ളിൽ ഒതുക്കിവയ്ക്കാതെ തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം വരാം. അതുകൊണ്ട് വീട്ടിൽ കൂടുതൽ സമാധാനവും അടുപ്പവും അനുഭവപ്പെടാൻ തുടങ്ങും. പഴയ പിണക്കങ്ങൾ കുറയാം. ഇത്ര നാളായി ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഇത്ര വലുതാകില്ലായിരുന്നു എന്ന് ചിലർക്ക് തോന്നാനും സാധ്യതയുണ്ട്. വിവാഹം വൈകുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായി കാണുന്നു. ഏറെ നാളായി തടസ്സപ്പെട്ടിരുന്ന ബന്ധങ്ങൾ വീണ്ടും സജീവമാകാം. മുമ്പ് പല കാരണങ്ങളാൽ മുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ അപ്രതീക്ഷിതമായി മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വളരെ നല്ല വിവാഹാലോചനകൾ വരാം. കുടുംബത്തിൽ സന്തോഷകരമായ ചർച്ചകൾ ആരംഭിക്കാം. ഏറെ നാളായി കാത്തിരുന്ന ഒരു മംഗളകാര്യത്തിന്റെ തുടക്കമായി ഈ സമയം മാറാനും സാധ്യതയുണ്ട്. ഒരു കുടുംബത്തെ ചിന്തിക്കൂ, വർഷങ്ങളായി ഒരു നല്ല വാർത്ത കാത്തിരിക്കുകയാണ്. പല തവണ കാര്യങ്ങൾ അടുത്തെത്തി പിന്നെ മുടങ്ങി. ഒരു സമയത്ത് അവർ പ്രതീക്ഷ പോലും കുറച്ചു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം എല്ലാം ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങി. മുമ്പ് അസാധ്യമായി തോന്നിയ കാര്യം വളരെ എളുപ്പത്തിൽ നടക്കുന്നതുപോലെ തോന്നി. ഇതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത. വൈകിയ സന്തോഷങ്ങൾ പോലും ഇപ്പോൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രം കേട്ട് ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കരുത്.
പ്രത്യേകിച്ച് കുടുംബകാര്യങ്ങളിൽ, വിവാഹകാര്യങ്ങളിൽ. സ്വന്തം മനസ്സിനും പ്രാധാന്യം നൽകണം, കാരണം ചിലപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വന്തം സന്തോഷം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ വളരെ പ്രധാനമാണ്. പക്ഷേ ഈ സമയത്ത് സ്വന്തം മനസ്സിന്റെ ശബ്ദവും കേൾക്കണം. ചില ഉത്രം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് വീട് മാറ്റം, പുതിയ വാഹനം, പുതിയ സ്ഥലത്തേക്ക് താമസം മാറൽ, ഇങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. ചിലർക്കു ഇത് പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട മാറ്റമായിരിക്കാം. ചിലർക്ക് വിവാഹത്തിനു ശേഷം പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരിക്കാം. മറ്റു ചിലർക്കു ജീവിതത്തിൽ പൂർണ്ണമായും പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായിരിക്കാം. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വലിയ വാതിൽ തുറക്കാറുണ്ട്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വിഷുവിനു ശേഷം അത്തരമൊരു പുതിയ വാതിൽ തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഠിക്കുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും ഈ സമയം വളരെ അനുകൂലമാണ്. മുൻപ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്ന സമയം വരും. ഇടവേള, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ല ഫലം ലഭിക്കാം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കാം. തങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകളും സ്ഥാപനങ്ങളും കണ്ടെത്താൻ കഴിയും. പ്രവേശനവുമായി ബന്ധപ്പെട്ടിരുന്ന തടസ്സങ്ങൾ കുറയുകയും മുന്നോട്ടു പോകാനുള്ള വഴി വ്യക്തമാവുകയും ചെയ്യും. മത്സരപരീക്ഷകൾ എഴുതുന്നവർക്ക് ഇത് ഏറെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും. മുൻപ് ചെറിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട വിജയം ഇപ്പോൾ കൈവരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. കൂടുതൽ തയ്യാറെടുപ്പും ആത്മവിശ്വാസവും ചേർന്നപ്പോൾ മുൻപ് നഷ്ടമായ അവസരങ്ങൾ വീണ്ടും ലഭിക്കുന്നതുപോലെ ഒരു അനുഭവം ഉണ്ടാകും. ഇതുവരെ നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കു ഫലം കാണുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഒരുപാട് പേർക്ക് ഇപ്പോൾ എങ്കിലും ഞാൻ ലക്ഷ്യം കൈവരിച്ചു എന്നൊരു ആന്തരിക സംതൃപ്തിയും സന്തോഷവും ഈ കാലയളവിൽ അനുഭവപ്പെടും. ഇത് വെറും വിജയം മാത്രമല്ല, ദീർഘകാല പരിശ്രമങ്ങൾക്ക് കിട്ടുന്ന ഒരു വിലപ്പെട്ട അംഗീകാരമായിരിക്കും. പഠിക്കുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും ഈ സമയം വളരെ അനുകൂലമായി കാണുന്നു. മുമ്പ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകാൻ തുടങ്ങും. ചിലപ്പോൾ ഒരുപാട് സമയം പഠിച്ചിട്ടും ഒന്നും മനസ്സിൽ നിൽക്കാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സ് കൂടുതൽ സ്ഥിരതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം നല്ല ഫലം നൽകാൻ സാധ്യതയുണ്ട്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. മുമ്പ് തടസ്സപ്പെട്ടിരുന്ന അപേക്ഷകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ കാരണം മുടങ്ങിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും സജീവമാകാം. ചില യുവാക്കൾക്ക് ഈ സമയത്ത് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരാളെ പരിചയപ്പെടാനും സാധ്യതയുണ്ട്. അത് ഒരു നല്ല സുഹൃത്തായിരിക്കാം, ഒരു ഗുരുവായിരിക്കാം, അല്ലെങ്കിൽ ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന ഒരാളായിരിക്കാം. ചിലപ്പോൾ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ വരവിലൂടെ ആരംഭിക്കാറുണ്ട്. പക്ഷേ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: അവസരങ്ങൾ വന്നപ്പോൾ മടിച്ചു നിൽക്കരുത്. ഉത്രം നക്ഷത്രക്കാർ പലപ്പോഴും സ്വന്തം കഴിവിനേക്കാൾ കുറച്ച് മാത്രമേ സ്വയം വിലയിരുത്താറുള്ളൂ. എനിക്ക് കഴിയുമോ, ഞാൻ അതിന് യോഗ്യനാണോ എന്നൊരു സംശയം മനസ്സിൽ ഉണ്ടാകാം. പക്ഷേ ഈ സമയം ധൈര്യമായി മുന്നോട്ടു പോകുന്നവർക്കാണ് കൂടുതൽ നേട്ടം ലഭിക്കുക. കാരണം ചില അവസരങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വരും. ഭയം കാരണം പിന്നോട്ടു മാറിയാൽ പിന്നീട് അതിന്റെ വിഷമം തോന്നാം. ഇപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഉത്രം നക്ഷത്രക്കാർ ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. പ്രത്യേകിച്ച് ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, അമിത ചിന്ത ഇവ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പല ഉത്രം നക്ഷത്രക്കാർക്കും ഒരു സ്വഭാവമുണ്ട്: എത്ര വിഷമമുണ്ടെങ്കിലും എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാം സഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ചിലപ്പോൾ ചെറിയ അസ്വസ്ഥതകൾ പോലും പിന്നീട് വലിയ പ്രശ്നങ്ങളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരീരം നൽകുന്ന സൂചനകൾ അവഗണിക്കരുത്. ക്ഷീണം, ഉറക്കമില്ലായ്മ, മനസ്സിലെ അസ്വസ്ഥത ഇവയെല്ലാം ശ്രദ്ധിക്കണം. ഭക്ഷണക്രമത്തിലും കൂടുതൽ ശ്രദ്ധ വേണം. പുറത്തുനിന്നുള്ള ഭക്ഷണം കുറയ്ക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, വെള്ളം കൂടുതൽ കുടിക്കുക, ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകുന്ന കാര്യങ്ങളിൽ സമയം ചെലവിടുക. ഓർമ്മിക്കൂ, ചിലപ്പോൾ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് മരുന്നല്ല, മനസ്സമാധാനമാണ്. ഇപ്പോൾ ഒരു ആത്മീയ സന്ദേശം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ദൈവാനുഗ്രഹം വളരെ ശക്തമായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സിൽ വിഷമമുണ്ടായാലും ഒരു ചെറിയ പ്രാർത്ഥന പോലും വലിയ ആശ്വാസം നൽകുന്ന സമയം. പ്രാർത്ഥന ഉപേക്ഷിക്കരുത്.
രാവിലെ ചെറിയൊരു ദീപം തെളിയിക്കുന്നത് പോലും മനസ്സിന് വലിയ ശക്തി നൽകും. ചിലപ്പോൾ ആ ചെറിയ ശാന്തനിമിഷങ്ങളാണ് മുഴുവൻ ദിവസത്തിനും ശക്തി നൽകുന്നത്. മുതിർന്നവരുടെ അനുഗ്രഹം തേടുക. കഴിയുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. കാരണം ചില നല്ല പ്രവൃത്തികൾ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിത അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ജീവിതത്തിൽ ചില വാതിലുകൾ തുറക്കുന്നത് പരിശ്രമം കൊണ്ടാണ്. പക്ഷേ ചില വാതിലുകൾ തുറക്കുന്നത് അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അവസാനമായി ഒരു കാര്യം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരെ, ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയുടെ തുടക്കമാകാം. കഴിഞ്ഞ കാലത്തെ വിഷമങ്ങളും നിരാശകളും പതുക്കെ അവസാനിച്ച് മുന്നോട്ട് കൂടുതൽ സന്തോഷവും സ്ഥിരതയും ലഭിക്കുന്ന സമയമാണിത്. പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം, ഭാഗ്യം വാതിൽ തുറക്കും. പക്ഷേ അകത്ത് നടക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് അവസരങ്ങൾ വന്നാൽ ഭയപ്പെടാതെ മുന്നോട്ടു പോകൂ. നിങ്ങളുടെ കഴിവിൽ വിശ്വാസം വയ്ക്കൂ. ജീവിതം ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു അവസരം നൽകാൻ തയ്യാറാകുകയാണ്. ഈ വീഡിയോ കാണുന്ന ഉത്രം നക്ഷത്രക്കാർ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് താഴെ എഴുതൂ. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് പോലും പ്രതീക്ഷ നൽകാൻ കാരണമാകാം. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഉത്രം നക്ഷത്രക്കാരുടെ വിഷുഫല സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.